നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുണ്ടോ? എങ്ങനെ പ്രതിയായിട്ട്? ആരെങ്കിലും കള്ളക്കേസ് കൊടുത്താലും മതി, ഒറിജിനൽ കേസ് ആയിക്കൊള്ളണമെന്നില്ല, കുറ്റം ചെയ്യണമെന്നില്ല. ആരെങ്കിലും ഒരു കള്ളക്കേസ് കൊണ്ടുവന്ന് കൊടുത്തു, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു, ചെന്നിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഫുള്ള് കോമഡി ആയിരിക്കും. ഇന്നു മുതൽ ഒരു പുതിയ സംവിധാനം നടപ്പിലാകുന്നു എന്ന് പറയുന്നു. നമ്മൾ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രമേശ് ചെന്നിത്തല വീണ്ടും ആഭ്യന്തരമന്ത്രിയായി ചുമതലയെടുത്ത ശേഷം ഇവിടെ ഒരു അത്ഭുതം, മൂന്നാം ലോക അത്ഭുതം നടക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ സാധാരണ റിസപ്ഷനിലുള്ളതുപോലെ ഒരു സംവിധാനം അവിടെ വേണം. തൊട്ടപ്പുറത്ത് ഇപ്പം തന്നെ ഉണ്ടല്ലോ, പേനയും കൊണ്ട് ഒരാളിരിപ്പുണ്ട്. അതുപോലെ നല്ലൊരു സംവിധാനം അവിടെ വേണം. അതിനങ്ങേപ്പുറത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഹെൽപ്പ് ഡെസ്ക് വേണം. നമ്മൾ പരാതി കൊടുക്കാനാണെങ്കിലും എന്തിനായാലും അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ പറഞ്ഞു തരും. അവിടെ തന്നെ ഒരു വനിതാ ഒരു ഹെൽപ്പ് സെല്ലൊക്കെ ഉണ്ടാവും. അതായത് ഒരു മാതൃക, ശരിക്കൊരു പോലീസ് സ്റ്റേഷനായി മാറുന്നു എന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും സ്വത്തിനും ഞങ്ങൾ കാവൽ നിന്നോളാം എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ഒരു കൂട്ടം നമ്മുടെ കാവലാളുകൾ, അവരാണല്ലോ പോലീസുകാർ. അങ്ങനെയാണോ നമ്മളടുത്ത് പെരുമാറുന്നത്? ഇനി ഞാൻ പറഞ്ഞു തുടങ്ങിയിടത്തേക്ക് വരാം. പ്രതിയായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ അവരുടെ പെരുമാറ്റം എന്താ? ചിലപ്പോൾ നല്ല പട കിട്ടും, നല്ല ഇടി ഇടിക്കും. നല്ല ഇടി എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ഇടിക്കും, അറിയാത്ത രീതിയിൽ ഇടിക്കും, പുറത്ത് ചതവൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് മെഡിക്കൽ എടുക്കാൻ പോകും. മെഡിക്കൽ ഭയങ്കര ഇതാണ്, എന്താ പറയുക, ഒരു ഭൂലോക കോമഡിയാണ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ. ചെന്ന് ഡോക്ടറെ മുന്നിൽ ചെന്നിരിക്കും. ഡോക്ടർ BP നോക്കും, അവിടെ എഴുതും, ഉയരമൊന്ന് ചോദിക്കും, അതവിടെ അങ്ങോട്ട് എഴുതി വെക്കും. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങ് ഫിറ്റാക്കി അങ്ങ് വിടും. അയാൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലുണ്ട്, ചതഞ്ഞ് ഇനി ചാവാൻ പോകണമെങ്കിൽ ചാവാൻ പോകണം, ഒക്കെ കണക്ക് തന്നെ. എന്നാലും മെഡിക്കൽ ഫിറ്റായിരിക്കും. ഏതെങ്കിലും ഒരു പോലീസുകാർ ഒരു ആശുപത്രി കൊണ്ടുപോയിട്ട് മെഡിക്കൽ എടുത്തിട്ട് അവിടെ മെഡിക്കൽ അൺഫിറ്റാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും കേസുണ്ടെങ്കിൽ അത് വല്ല രാഷ്ട്രീയക്കാരൊക്കെ ആയിരിക്കും, രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ അത്രത്തോളം പിടിപാടുള്ളവരോ ആയിരിക്കും. അവർക്കാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയാൻ നേരെ അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യും. പിന്നെ മൊഴിയെടുക്കലും തെളിവെടുക്കലും ഒക്കെ ആശുപത്രിയിലാണ്. പക്ഷേ ഒരു സാധാരണക്കാരൻ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കോമഡിയാണ്. അവിടെ നിന്ന് ഈ സകല ചതക്കിലും ചതച്ചതിന് ശേഷവും ഫിറ്റാക്കിയിട്ട് കോടതി ചെല്ലുന്നത്. കോടതി ചെന്നിട്ട് കോടതി മജിസ്ട്രേറ്റ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളെ പോലീസുകാരെന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കും. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ഇനി അല്ല എന്നെ ചതച്ചെന്ന് പറയണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് വീണ്ടും കിട്ടും. ചിലപ്പോൾ നമ്മൾ പണ്ട് സിനിമയിൽ പറയുന്നത് പോലെ വണ്ടിയിൽ നിന്ന് എടുത്തു ചാടി ഓടാൻ ശ്രമിച്ചപ്പോൾ പരിക്ക് പറ്റി എന്നുള്ള കഥകളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. ഇതതിൻ്റെ ഒരു സൈഡ്. ഇനി തല്ലാതെ തന്നെ നമ്മളെ കൊല്ലുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരു കേസും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവരങ്ങോട്ട് എഴുതി പിടിപ്പിക്കും, ഒന്നും പറയില്ല. നമ്മളോട് വലിയ സൗഹൃദമൊക്കെ ആയിരിക്കും. കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് ചായ വാങ്ങിത്തരും, ചോറ് വാങ്ങിത്തരും, എല്ലാം ചെയ്യും. ഭയങ്കര സൗഹൃദമായിട്ട് നമ്മൾ സംസാരിക്കും, എല്ലാം ചെയ്യും. പക്ഷേ നമുക്കെതിരെ എഴുതി വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളെല്ലാം കൂടെ എഴുതി വെച്ച് റിമാൻഡ് ചെയ്തൊരൊറ്റ തള്ളങ്ങോട്ട് ജയിലിലേക്ക് തള്ളും. ഒരു മനസാക്ഷി ആ കാര്യത്തിൽ കാണിക്കില്ല. അതായത് സത്യസന്ധമായ ഒരു അന്വേഷണമൊന്നുമില്ല. ഒരു ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെയാണ് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എൻ്റെ ഒരു അനുഭവം അങ്ങനെ, എന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ അനുഭവം അതാണ്. ഒരു ടാർഗറ്റ് തയ്ക്കാൻ ശ്രമിക്കുന്നത് പോലെ. കാര്യം എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. വിളിച്ചു വരുത്തി വിടേണ്ടതാണ്, മൊഴിയെടുത്ത് വിടേണ്ടതാണ്. ആ സ്ഥാനത്ത് ഭൂലോക തരികട കാണിച്ചതാണ് അവർ. അത് നമുക്ക് പിന്നെ കാണാം, കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ. ഏതായാലും ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾ അതൊക്കെ മാറുന്നു എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാകുന്ന ഈ കൂട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നല്ലൊരു സംവിധാനം എന്നായി മാറുന്നു, ഒരു ജനമൈത്രി ആകാൻ പോകുന്നു. ഇനി കുറ്റവാളികളായവർ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ, മറ്റുള്ളവർ ഭയപ്പെടേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ പോലീസുകാർക്കൊരു കുഴപ്പമെന്താണെന്നറിയാം. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് 100% അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മേലെന്നുള്ള ഈ പ്രഷർ, ആ ഒരു ഏമാൻ കളി, അത് അവരുടെ ഇടയിലുണ്ട്. ആ ഏമാൻ കളിയിൽ ഇവർക്ക് മൂടൂന്നിരിക്കാനും മൂത്രം ഒഴിക്കാനും നേരമില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി കേസ് അന്വേഷിക്കാൻ പുറത്തേക്ക് പോയാലും, ഇനി വല്ല മൊഴിയെടുക്കാൻ പോയാലും, മറ്റെന്തിനു പോയി കഴിഞ്ഞാലും, ഇതൊക്കെ കഴിഞ്ഞാലും വന്നിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. മുണ്ടെടുത്ത് കൊടുക്കാൻ, കെട്ടുകളെടുത്ത് പോയെന്ന് ഒന്ന് സുഖമായിട്ടൊന്ന് കെട്ടിപ്പിടിച്ചു കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത അത്രത്തോളം സ്ട്രെസ്സാണെന്നാണ് പറയുന്നത്. ആ സ്ട്രെസ്സെല്ലാം കൂടെ അവരെ കൈ കിട്ടുന്നവരെ നെഞ്ചത്തേക്ക് ചേർക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് തീർക്കുകയാണ് എന്നൊക്കെയാണ് സാധാരണ പറയാറ്. അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത് ചിലയിടങ്ങളിലെങ്കിലും. എന്തോ ആയിക്കോട്ടെ, ഏതായാലും അതിനൊക്കെ ഒരു മാറ്റം വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ല 2-3 ബോർഡ് വെച്ചിട്ട് വീണ്ടും അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു നിരപരാധിയെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ടാർഗറ്റിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ട് ചവിട്ടിക്കൂട്ടി അങ്ങ് അകത്ത് ഇടാൻ തള്ളാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ
നീതി തേടി ഒരുത്തനെത്തുമ്പോൾ അത് വാദി മാത്രമല്ല നീതി തേടി എത്തുന്നത്. ഒരു കേസെടുത്ത് ഒരുത്തൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ കള്ളക്കേസിലാണ് പിടിക്കപ്പെട്ടെങ്കിൽ അവിടെ ഇര ആ പ്രതിയാണ്. അവന് നീതി കൊടുക്കേണ്ടതും ഇതേ പോലീസാണ്. അല്ലാതെ മുൻവിധിയോടുകൂടി അവൻ പ്രതിയാണ്, അവൻ കുറ്റവാളിയാണ് എന്ന് കാണുന്നതാണ് നിലവിൽ പോലീസ് സ്റ്റേഷനിൽ കാണുന്നത്. എന്നിട്ട് അവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കും. എടാ പോടാന്നല്ലത് മര്യാദയ്ക്കൊരു വിളി അവരിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. സഭ്യമായിട്ടുള്ളൊരു വിളി കിട്ടില്ല. എടാ പാടാന്നേ വിളിക്കുള്ളൂ. അതിന് ഈ സമൂഹത്തിലെ ആരെന്ന് പറഞ്ഞാലും. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ല പണച്ചാക്കുകൾ ആരെങ്കിലും ആയിരിക്കണം. അവൻ പ്രതിയായിട്ട് ചെല്ലണമെങ്കിൽ അവർക്ക് വിധേയനായിട്ട് അങ്ങോട്ട് നിന്നു കൊടുക്കും. അല്ലെങ്കിൽ മന്ത്രി അധികാരമുള്ള ആരെങ്കിലും ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ജീവിതമൊക്കെ കണക്കാം. ഏതായാലും ഈ ഒരു മാറ്റം കൊണ്ട് ഞാനൊരു ഓലക്കയും പ്രതീക്ഷിക്കുന്നില്ല. മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് മാറിയതിന് ശേഷം പിന്നെ കണ്ടതിന് ശേഷമേ ഞാൻ വിശ്വസിക്കുള്ളൂ. അതിനുമുമ്പ് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. നമ്മുടെ ഈ സിസ്റ്റത്തിൽ തന്നെയല്ലേ ഇത് നടപ്പിലാക്കുന്നത്. നിലവിലുള്ള ഈ ആൾക്കാരെ ഈ ഒരു സിസ്റ്റം വെച്ചുകൊണ്ട് തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? നമ്മൾ ഒരു ചൊല്ലു പറയില്ലേ, നായിൻ്റെ വാല് 12 കൊല്ലം ഈ കുഴലിലിട്ട് കഴിഞ്ഞാൽ അത് ഊരുമ്പോൾ വളഞ്ഞു തന്നെ ഇരിക്കുന്നുള്ളത്. ഈ പോലീസ് സേനയെ ഇത്രയും കുറഞ്ഞ പോലീസ് സേന, എണ്ണത്തിൽ ഒരുപാട് കുറവാണ്, 87 സ്ട്രെങ്തേ ഇപ്പോഴും ഉള്ളൂ. ആ പോലീസ് സേനയും വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സ്ട്രെസ്സും കൊടുത്തുകൊണ്ട് അവരെ തലകയറിയിരുന്ന് ഇറങ്ങാനായിട്ട് മേലെ ഏമാന്മാരെ സ്ഥാപിച്ചു കൊടുത്തുകൊണ്ട് പിന്നെ എണ്ണത്തിൽ കുറഞ്ഞ അവർക്ക് വർക്ക് ലോഡ് അതിനങ്ങേപ്പുറത്ത് പ്രഷറും കൊടുത്തുകൊണ്ട് ഈ ചെന്ന് കയറുന്ന മനുഷ്യന്മാരായിട്ടുള്ള സാധാരണക്കാർക്ക് തേനും പാലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ നടന്നത് തന്നെ. Different angles. Don't forget to subscribe and support this channel.